ശിവൻ ഗജാസുരൻ എന്നുള്ള അസുരനെ ഒരു വരം കൊടുത്തിട്ട് കൈലാസം വിട്ട് ആ അസുരന്റെ ഉദരത്തിൽ താമസമാക്കിയതും ഈ ശിവനെ കാണാഞ്ഞിട്ട് എല്ലാവരും പോയി ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും പ്രാർത്ഥിച്ചിട്ടും ഈ പ്രാർത്ഥന ഫലമായിട്ട് വിഷ്ണു ഈ ഗജാസുരനെ വധിച്ച് ശിവനെ തിരിച്ച് കൈലാസത്തിലേക്ക് എത്തിക്കുന്ന ഒരു കഥയാണ് ഇതിന്റെ തുടക്കം. ഈ ശിവൻ ഇങ്ങനെ ഗജാസുരനെ വധിച്ചതിന് ശേഷം തിരിച്ച് കൈലാസത്തിലേക്ക് വരുമ്പോൾ ആ വിവരം അറിഞ്ഞിട്ട് പാർവതി ദേവി സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാൻ അഭ്യംഗന സ്നാനത്തിന് പോയതും ഒരു ബാലകനെ ചെറിയൊരു പ്രതിമ പോലെ ഉണ്ടാക്കി അതിനെ ജീവൻ കൊടുത്ത് ആ ബാലകനെ കാവൽക്കാരനായിട്ട് ആഭ്യന്തര മന്ദിരത്തിന്റെ പ്രവേശ മാർഗത്തിന്റെ അവിടെ പ്രതിഷ്ഠിച്ചത്. എന്നിട്ട് ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കൈലാസത്തിലേക്ക് വരുന്നു. ഗജാസുരനെ വധിച്ചതിന് ശേഷം ശിവൻ ആരാന്ന് ഈ ബാലകൻ അറിയില്ല. അപ്പോൾ ഈ ബാലകൻ ശിവനെ വഴി തടഞ്ഞതും അതിന്റെ ഒരു ആവേശത്തിലും ശിവൻ ഈ ബാലകനെ വധിക്കുക, എന്നിട്ട് ഉള്ളിലേക്ക് കയറുന്നതും പാർവതി ദേവി ഈ വിവരം അറിഞ്ഞിട്ട് വളരെ ദുഃഖിതയായിട്ട് ശിവനോട് പ്രാർത്ഥിക്കലും, എന്നിട്ടാണ് ഉത്തര ദിശയിൽ മരിച്ചു കിടക്കുന്ന ഏതെങ്കിലും ഒരു ജന്തുവിനെ അതിന്റെ മുഖം കൊണ്ടുവരാൻ വേണ്ടി ശിവൻ തന്റെ ഗണങ്ങളോട് പറയുന്നതും, അങ്ങനെ ആദ്യം കാണുന്ന ഒരു ആനയുടെ മുഖത്തെ കൊണ്ടുവരുന്നതും അത് പ്രതിഷ്ഠിച്ചിട്ട് ഈ ബാലകനെ പുനർജീവിപ്പിക്കുന്നതും. അങ്ങനെയാണ് ഈ പാർവതി ദേവി തന്റെ കാവൽക്കാരനായിട്ട് പ്രതിഷ്ഠിച്ച ബാലകനെ ആനയുടെ മുഖം വെച്ച് പുനർജീവിപ്പിക്കുന്നത്. ഇതാണ് ഗജാനനൻ എന്നുള്ള പേര് വരാൻ കാരണം.